ഹിരോഷിമയിൽ വീണ ബോംബിനേക്കാൾ 15 മടങ്ങുള്ള കൂറ്റൻ 2 ഹൈഡ്രജൻ ബോംബുകൾ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം പൊട്ടിത്തകർന്ന് നമ്മുടെ സ്ഥലത്തേക്ക് വന്ന് വീണാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അതും വളരെ ശക്തമായിട്ട് വന്ന് വീണ് തകർന്നാലോ? പൊട്ടിത്തെറിക്കുന്ന കാര്യം വിട്, ആ ബോംബ് അവിടെ മൊത്തം സ്പ്രെഡ് ആയാലോ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അമേരിക്കയുടെ സ്ട്രാറ്റജിക് മിഷനായിട്ടുള്ള ക്രോംഡോം എന്ന മിഷന് വേണ്ടി പറന്ന വിമാനം തകർന്നതിന്റെ ഫലമായിട്ട് അതിൽ സൂക്ഷിച്ചിരുന്ന തെർമോ ന്യൂക്ലിയർ ബോംബ് നോർത്ത് കാരോലീനയിലെ ഗോഡ്സ്ബോറോ എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് വീണിട്ടുണ്ടായ പുകില് ചരിത്രത്തിലെ എല്ലാ കാലത്തും ന്യൂക്ലിയർ ദുരന്തങ്ങളെക്കുറിച്ചും ന്യൂക്ലിയർ ബോംബുകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ മുന്നോട്ട് കടന്നു വരുന്നതാണ്. എന്താണ് ഗോഡ്സ്ബോറോ ഇൻസിഡന്റ്? 1961 ജനുവരി 23 രാത്രിയാണ് B-52 എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ബോംബർ നോർത്ത് കരോലീനയുടെ മുകളിലൂടെ പറക്കുന്ന സമയത്ത് ഗോൾസ്ബോറോ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൻ്റെ മുകളിൽ വെച്ച് പൊട്ടിത്തകരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ശീതസമരത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ന്യൂക്ലിയർ ബോംബുകളുടെ വിന്യാസത്തിൽ വന്ന ചില വളരെ വെല്ലുവിളി നിറഞ്ഞ പദ്ധതികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ലോകത്തെ ഏത് നിമിഷവും ഒരു അണുവായുധ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചേരിയായിട്ടുള്ള സോവിയറ്റ് യൂണിയനും സാമ്രാജ്യത്വ ചേരിയായിട്ടുള്ള അമേരിക്കയും തമ്മിലുള്ള ഒരു സൈലന്റ് യുദ്ധം നടക്കുന്നത്. പലപ്പോഴും നമ്മൾ ബഹിരാകാശ ഗവേഷണ മേഖലയിലാണ് ആ ഒരു യുദ്ധം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് എന്ന് പറയുമ്പോഴും അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ചെലവഴിച്ചതും ഏറ്റവും കൂടുതൽ പദ്ധതികൾ രൂപീകരിച്ചതും മിലിറ്ററി രംഗത്തായിരുന്നു എന്ന് കാണാൻ കഴിയും. ഏത് സമയവും സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത അണുബോംബ് തങ്ങളുടെ മേലെ എവിടെയെങ്കിലും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന അമേരിക്കയും തിരിച്ച് അമേരിക്ക ഏത് നിമിഷവും തങ്ങളെ ആക്രമിക്കുമെന്ന് സോവിയറ്റ് യൂണിയനും ഭയപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്ട്രൈക്ക് നടന്ന ഉടൻ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കി ചാമ്പലാക്കാൻ വേണ്ടി സജ്ജരായി നിൽക്കുന്ന രീതിയിൽ അണുബോംബുകളെയും ഹൈഡ്രജൻ ബോംബുകളെയും രണ്ട് രാജ്യങ്ങളും പല രീതിയിൽ സജ്ജീകരിച്ചിരുന്നു. അതിലൊരു പദ്ധതിയാണ് ക്രോംഡോം. 24 മണിക്കൂറും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന വിമാനത്തിനുള്ളിൽ തെർമോ ന്യൂക്ലിയർ ബോംബുകൾ സൂക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാൽ സോവിയറ്റ് യൂണിയൻ്റെ ഏത് സ്ഥലത്തും ചെന്നെത്താൻ കഴിയുന്ന രീതിയിൽ സജ്ജമായിരിക്കുകയും ചെയ്യുന്ന ബോംബുകളാണ് B-52 ബോംബുകൾ. ക്രോംഡോമിന്റെ ഭാഗമായി ഇത്തരത്തിൽ 12 മുതൽ 24 B-50 വിമാനങ്ങൾ എപ്പോഴും അമേരിക്കയുടെ ആകാശത്ത് സോവിയറ്റ് യൂണിയന്റെ അതിർത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർട്ടിക് റീജിയനിലൂടെയും മറ്റും പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറക്കുന്നതിനിടയ്ക്ക് ഏകദേശം 14,000 കിലോമീറ്ററോളം ഒറ്റ ഇന്ധനത്തിൽ നിർത്താതെ പറക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാക്കിയ വിമാനത്തിലേക്ക് ആകാശത്ത് വെച്ച് തന്നെ റീഫ്യൂൽ ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല 54 മീറ്റർ വിങ് സ്പാനുള്ള B-52 ബോംബർ വിമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവയ്ക്ക് 900 km/h വേഗതയിൽ ആകാശത്ത് പറക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 100,000-ലധികം കിലോഗ്രാം ഭാരമുള്ള ആണവ ഇന്ധനങ്ങളും തെർമോ ന്യൂക്ലിയർ ഇന്ധനങ്ങളും വഹിക്കുന്ന ഇത്തരം വിമാനങ്ങളിൽ പൊതുവെ 5 മുതൽ 8 പേരൊക്കെ തന്നെ കാണാറുമുണ്ട്. വളരെ അപൂർവമായി ലാൻഡ് ചെയ്യുകയും അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വട്ടമിട്ട് പറക്കുകയും ചെയ്യുന്ന ഇത്തരം വിമാനങ്ങളിൽ ഒന്നാണ് 1961 ജനുവരി 23 ആകാശത്ത് വെച്ച് റീഫ്യൂൽ ചെയ്യുന്നതിനിടയ്ക്ക് അപകടം സംഭവിച്ച് താഴേക്ക് പതിക്കുന്നത്. B-52 ബോംബറിൻ്റെ വലതുഭാഗത്ത് കാണപ്പെട്ട വിങ്ങിൽ നിന്നും ഏകദേശം 3 മിനിറ്റ് കൊണ്ട് 17,000 കിലോഗ്രാമോളം ഇന്ധനം താഴേക്ക് പതിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ വിമാനത്തിൻ്റെ പൈലറ്റ് എത്ര കഷ്ടപ്പെട്ടിട്ടും നോർത്ത് കരോലീനയിലുള്ള എയർബേസിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്തതിൻ്റെ ഫലമായിട്ട് ഏകദേശം 12,000 അടി മുകളിൽ വെച്ചുകൊണ്ട് വിമാനത്തിൻ്റെ വലത്തെ ചിറക് അടർന്നു മാറുകയും വിമാനം രണ്ടായിട്ട് പിളർന്ന് താഴേക്ക് പതിക്കാനും ആരംഭിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്നാൽ ആ വിമാനത്തിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി സജ്ജമാക്കി വെച്ചിരുന്ന 2 MK-39 തെർമോ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടായിരുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ബോംബുകളുടെ പ്രത്യേകത അത് യുറേനിയം പ്ലൂട്ടോണിയം ബോംബുകളാണ്. അതിലുള്ളത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ യുറേനിയത്തെയോ പ്ലൂട്ടോണിയത്തെയോ ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിച്ചതിന് ശേഷം അതിലുള്ള മെറ്റീരിയലിൻ്റെ ഏകദേശം ഒരു 10 മുതൽ 12% ആണവ ഇന്ധനത്തെ ന്യൂക്ലിയർ ഫിഷനിലൂടെ സ്പ്ലിറ്റ് ചെയ്യിച്ചുണ്ടാകുന്ന എനർജി കൊണ്ട് ബോംബ് പൊട്ടിത്തെറിക്കുന്ന ഒരു പരിപാടിയായിരുന്നുവെങ്കിൽ അതിനേക്കാൾ അതിശക്തമായ ഏകദേശം 260 മടങ്ങോളം ശക്തമായ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ കഴിയുന്ന ബോംബുകളാണ് തെർമോ ന്യൂക്ലിയർ ബോംബുകൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബുകൾ. ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യനിൽ നടക്കുന്ന അതേ പ്രവർത്തനമാണ്. ഹൈഡ്രജനുകൾ കൂടിച്ചേർന്നുകൊണ്ട് ഹീലിയമാകുന്ന പ്രോസസ്സിലുണ്ടാകുന്ന ഊർജ്ജം ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അത്തരത്തിൽ ഒരു തെർമോ ന്യൂക്ലിയർ ബോംബ് പ്രവർത്തിക്കുന്നതിന് ആ ഹൈഡ്രജൻ ബോംബിനെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ മറ്റൊരു ഫിഷൻ ബോംബ്, ഒരു ന്യൂക്ലിയർ യുറേനിയം ബോംബ് കൂടി വേണം. അപ്പോൾ 2 കോറുള്ള അല്ലെങ്കിൽ 2 സ്റ്റേജുകളുള്ള വലിയ ഏകദേശം 3 മീറ്ററോളം നീളമുള്ള വലിയ ബോംബുകളാണ് ഇത്തരം തെർമോ ന്യൂക്ലിയർ ബോംബുകൾ. അതിൽ 4 മുതൽ 8 വരെ സേഫ്റ്റി ഫീച്ചറുകളുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഞൊടിയിടയ്ക്ക് ഈ സ്വിച്ചുകളെല്ലാം തന്നെ ആക്ടിവേറ്റ് ആക്കിയതിനു ശേഷം പാരച്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി ഭൂമിയിൽ നിന്ന് കുറച്ചധികം കുറച്ച് നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിൽ എത്തുമ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് 15 കിലോമീറ്റർ ബ്ലാസ്റ്റ് റേഡിയസ്
കൃത്യമായി ചാരമാവും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഇത്തരം ബോംബുമായിട്ട് പോയ B-52 ബോംബറാണ് അന്ന് പൊട്ടിത്തെറിക്കുന്നത്. ഇത്തരത്തിൽ ഒരു റീഫ്യൂലിംഗ് നടക്കുന്ന സമയത്ത് നടന്ന അതിഭീകരമായിട്ടുള്ള അപകടത്തിൻ്റെ ഫലമായിട്ട് വിമാനത്തിലുണ്ടായിരുന്ന 5 പേർ ഇജക്റ്റ് ചെയ്യുകയും 3 പേരും മരണപ്പെടുകയും ചെയ്തു. ആ 3 പേരിൽ ഒരാൾ പാരഷൂട്ട് കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പാരഷൂട്ട് സമയത്ത് ഉയർന്നു വന്നില്ല എന്നുള്ള പ്രശ്നവും ഉണ്ടായിരുന്നു. പക്ഷേ സംഗതി അതല്ല, ഈ ബോംബുകൾക്ക് എന്ത് സംഭവിച്ചു? വിമാനം പൊട്ടിത്തെറിക്കും എന്ന് ഉറപ്പായതോടുകൂടി അതിൽ ഒരു ബോംബിനെ കൃത്യമായിട്ട് പുറത്തേക്ക് തള്ളാൻ അതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സിന് സാധിച്ചു. പാരഷൂട്ടിൻ്റെ സഹായത്തോടുകൂടി അത് താഴേക്ക് വന്ന് ഒരു മരത്തിൻ്റെ സൈഡിലൂടെ ഉരഞ്ഞിറങ്ങി ഭൂമിയിലേക്ക് സുരക്ഷിതമായി ലാൻഡ് ചെയ്തെങ്കിലും അത് ഗോൾസ്ബോറോയിൽ വന്ന് വീണതിന് ശേഷം നോക്കിയപ്പോൾ അതിൽ ചില ഡെറ്റനേറ്റിംഗ് സ്വിച്ചുകൾ, സേഫ്റ്റി സ്വിച്ചുകൾ ആക്ടിവേറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും അപകടം അത്രത്തോളം ഇമിനൻ്റ് ആയിരുന്നില്ല. സാധാരണ രീതിയിൽ ഒരു വിമാനത്തിൽ നിന്നും അണുബോംബിനെ താഴേക്കിട്ടാൽ അല്ലെങ്കിൽ തെർമോന്യൂക്ലിയർ ബോംബുകളെ താഴേക്കിട്ടാൽ അത് സ്വയം ബാരോമീറ്റർ വെച്ചും മറ്റുമൊക്കെ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ടൈമർ വെച്ചുകൊണ്ട് ആക്ടിവേറ്റ് ആവുക സാധാരണമാണ്. അത്തരത്തിലുള്ള എല്ലാ ഫീച്ചറുകളും ആക്ടിവേറ്റ് ആയിരുന്നുവെങ്കിലും ബോംബ് പൊട്ടിത്തെറിക്കാതെ നല്ല കൃത്യമായി സുരക്ഷിതമായിട്ട് തിരിച്ചെടുക്കാൻ അമേരിക്കൻ മിലിറ്ററിക്ക് സാധിച്ചു. പക്ഷേ പ്രശ്നമുണ്ടായത് രണ്ടാമത്തെ ബോംബിലാണ്. ഒന്നാമത്തെ ബോംബിനെ സുരക്ഷിതമായി പാരഷൂട്ട് ആക്ടിവേറ്റ് ആവുന്ന രീതിയിൽ പുറത്തേക്ക് വിട്ടെങ്കിലും രണ്ടാമത്തെ ബോംബ് താഴേക്ക് പതിച്ചത് പൊട്ടിത്തകർന്ന വിമാനത്തിനോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ 200 കിലോമീറ്റർ എന്നുള്ള വേഗതയിൽ കുതിച്ചു പാഞ്ഞ ആ ഒരു MK-39 തെർമോ ന്യൂക്ലിയർ ബോംബിൻ്റെ ഏകദേശം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ഭേദിച്ചുകൊണ്ട് അത് താഴേക്ക് പതിക്കുകയും അതിശക്തമായ വേഗതയിൽ ഗോൾസ്ബോറോയിലെ കൃഷിയിടങ്ങളിൽ വന്ന് വീഴുകയും ചെയ്തു. വന്ന് വീണതിൻ്റെ ഫലമായിട്ട് അത് പല സ്ഥലത്തേക്ക് ചിതറിത്തെറിക്കുകയും ആ ചെളിക്കുണ്ടിൽ 6 മീറ്റർ വരെ ആഴത്തിൽ അതിൻ്റെ ഭാഗങ്ങൾ കാണപ്പെടുകയും ചെയ്തു എന്നാണ് അമേരിക്ക ഘട്ടം ഘട്ടമായി പുറത്തുവിട്ട ഡീക്ലാസിഫൈഡ് ഫയലുകൾ പറയുന്നത്. എന്നാൽ ഇതിൽ ഒരു ലോ വോൾട്ടേജ് സ്വിച്ച് മാത്രമാണ് ഇത് പൊട്ടിത്തെറിക്കുന്നതിൽ നിന്നും ഇതിനെ മാറ്റി നിർത്തിയത്. ഏതെങ്കിലും തരത്തിൽ ആ സ്വിച്ച് കൂടി ആക്ടിവേറ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ 4 മുതൽ 8 വരെ വരുന്ന സുരക്ഷാ സംവിധാനങ്ങളിലെല്ലാം ആക്ടിവേറ്റ് ആവുകയും നോർത്ത് കരോലീന ഇന്നൊരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടന്ന മറ്റൊരു ഹിരോഷിമയോ നാഗസാക്കിയോ ആയി മാറുകയും ചെയ്യുമായിരുന്നു. എങ്കിലും ഇത്രയും വേഗത്തിൽ വന്ന് വീണ ബോംബിൻ്റെ ഭാഗങ്ങൾ പല സ്ഥലത്തു നിന്ന് റിക്കവർ ചെയ്തെങ്കിലും കാര്യമായിട്ടുള്ള ന്യൂക്ലിയർ ഇന്ധനത്തിൻ്റെ ചോർച്ചയുണ്ടായില്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞ 2 പാർട്ടുകളുണ്ടല്ലോ, അതിൽ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ന്യൂക്ലിയർ ഇന്ധനം അടങ്ങിയ വലിയൊരു കേസ് ഇപ്പോഴും ഗോൾസ്ബോറോ ഫാംലാൻഡിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുകയാണ്. വർഷങ്ങളോളം അമേരിക്കൻ മിലിറ്ററിയും മറ്റും പരിശോധിച്ചെങ്കിലും മീറ്റർ കണക്കിന് ആഴത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ന്യൂക്ലിയർ ഇന്ധനം ഇതുവരെയും ലീക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗോൾസ്ബോറോയിലെ വലിയൊരു പ്രദേശം അമേരിക്കൻ ആർമി വാങ്ങിക്കുകയും കൃത്യമായ രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് വളരെ വലിയൊരു തെർമോ ന്യൂക്ലിയർ ബോംബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോഴും അമേരിക്കയിലെ ആ പ്രദേശത്ത് എവിടെയോ ഒളിഞ്ഞു കിടക്കുകയാണ്. മുൻപ് നമ്മളൊരു വീഡിയോയിൽ ഹിമാലയത്തിൻ്റെ നന്ദാദേവി കുന്നുകളിൽ കളഞ്ഞുപോയ ഒരു ആണവ ഇന്ധനത്തെക്കുറിച്ച്, ഒരു ആണവ ഇന്ധനം അടങ്ങിയ ബാറ്ററിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ത്യയും അമേരിക്കയും ചേർന്നുകൊണ്ട് ചൈനയുടെ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളെ സ്പൈ ചെയ്യുന്നതിന് വേണ്ടി നന്ദാദേവി കുന്നുകൾക്ക് മുകളിൽ മറ്റൊരു ഊർജ്ജ സംവിധാനവും ഇല്ലാത്തതുകൊണ്ട് ന്യൂക്ലിയർ ഇന്ധനത്തിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആന്റിനകളും മറ്റും സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു മിഷൻ നടത്തുകയും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അവിടെ ഒരു ഗുഹയിൽ അത് സുരക്ഷിതമായി വെച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ചെന്ന് നോക്കുമ്പോൾ ഗുഹ പോലും അപ്രത്യക്ഷമായൊരു സംഭവം ഉണ്ടായതിനെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇത്തരത്തിൽ അത് അവിടെ എവിടെയോ നഷ്ടപ്പെട്ടു. പക്ഷേ ഇതുവരെയും ന്യൂക്ലിയർ ലീക്ക് സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ ഇതുവരെയും ഒരു ന്യൂക്ലിയർ ലീക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് അമേരിക്കയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും ഡാർക്കായ നാഴികക്കല്ലുകളിലൊന്നാണ്. 1960 മുതൽ 1968 വരെ നീണ്ടുനിന്ന ക്രോംഡോം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂക്ലിയർ ട്രയാഡ് വികസിപ്പിച്ചെടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ അന്തർവാഹിനികളിലും ഫൈറ്റർ ജെറ്റുകളിലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും അമേരിക്കയ്ക്ക് ലോകത്തെവിടെയും ഒരാണവായുധം എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ട്രാറ്റജിക് ന്യൂക്ലിയർ ട്രയാഡുകളുണ്ട്. എന്നാൽ അന്ന് ഇത് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാകുന്ന ഒരു ക്രോംഡോമിനെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി B-52 ഉപയോഗിച്ചുകൊണ്ട് അവർ കൃത്യമായി വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നത്. എന്നാൽ സംഭവം അവിടെ തീരുന്നില്ല. 1966 സ്പെയിനിന് മുകളിലും 1968 ഗ്രീൻലാൻഡിന് മുകളിലും അമേരിക്കയുടെ B-50 ബോംബറുകൾ തകർന്നു വീഴുകയും അതിൻ്റെ ഫലമായിട്ട് ആണവായുധം ചിന്നിച്ചിതറി അവിടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ന്യൂക്ലിയർ വേസ്റ്റ് കൊണ്ട് നിറയുകയും ചെയ്ത സംഭവങ്ങളുടെ റിപ്പോർട്ടുകളുണ്ട്. ഗ്രീൻലാൻഡിൽ സംഭവിച്ച വിഷയത്തിന് ശേഷം അവിടെ ന്യൂക്ലിയർ ഇന്ധനം വീണ മഞ്ഞിനെ വാരി അമേരിക്കയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ അമേരിക്കയ്ക്ക് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് 1968 ക്രോംഡോം എന്ന് പറയുന്ന പദ്ധതി അമേരിക്ക ഉപേക്ഷിക്കുന്നത്. സത്യത്തിൽ ഇത്തരത്തിൽ മിസ്ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ന്യൂക്ലിയർ അപകടങ്ങളെ ബ്ലാക്ക് ആരോ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അമേരിക്ക ഉൾപ്പെടുത്താറുള്ളത്. ഈ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഈ രീതിയിൽ അണുബോംബുകളും മറ്റും മിസ്യൂസ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ മിസ്ഹാൻഡിൽ ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ അപകടങ്ങളെക്കുറിച്ചുള്ള സുദീർഘമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്നതാണ് മറ്റൊരു വസ്തുത. സോവിയറ്റ് യൂണിയനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ചെർണോബിൾ ഇഷ്യൂവിനെ കുറിച്ചും പലതരത്തിലുള്ള അപകടങ്ങളും ഒക്കെ തന്നെ സോവിയറ്റ് യൂണിയൻ വരുത്തിവെച്ചു എന്ന് പറയുമ്പോഴും സത്യത്തിൽ സോവിയറ്റ് യൂണിയനെ പോലെ തന്നെ ശീതയുദ്ധ സമയത്ത് അമേരിക്ക വികസിപ്പിച്ചെടുത്ത പല കാര്യങ്ങളും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് അപകടം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും നേർസാക്ഷ്യങ്ങളിലൊന്നാണ് ഗോൾസ്ബോറോ ഇൻസിഡൻറ്റ്.
അപ്പോൾ ഡീക്ലാസിഫൈഡ് ഫയലുകളാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി കാലം കഴിയുമ്പോൾ പുറത്തുവിടുകയും ചെയ്യുന്നതിലൂടെ അമേരിക്കയ്ക്ക് മുകളിലുള്ള ഇത്തരം ആരോപണങ്ങളുടെ തോത് കുറച്ചു കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നതിനപ്പുറം ആണവ ഇന്ധനങ്ങൾ കൃത്യമായി സുരക്ഷിതമായി സംരക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് ലോകത്തിനോട് വിളിച്ചു പറയുന്നതായിരുന്നു ഗോൾസ്ബോറോ ഇൻസിഡൻറ്റ്. അപ്പോൾ ന്യൂക്ലിയർ ഇന്ധനത്തെക്കുറിച്ചും ആ ന്യൂക്ലിയർ അപകടത്തെക്കുറിച്ചുമുള്ള വളരെ പ്രധാനപ്പെട്ട ഏട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.